ലൂക്കാ സുവിശേഷം 12-ാം അധ്യായം 7-ാം വാക്യം, നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ്. നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ എത്ര വയസ്സുണ്ട്? 8 വയസ്സ്, 10 വയസ്സ്, 15 വയസ്സ്, 40 വയസ്സ്, 50 വയസ്സ്, 60, എത്രയും ആയിക്കൊള്ളട്ടെ. ഇതിനോടകം എപ്പോഴെങ്കിലും നിങ്ങളുടെ നിന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന നിങ്ങളുടെ ശിരസിലെ മുടി നിങ്ങൾക്ക് എണ്ണാൻ പറ്റിയിട്ടുണ്ടോ? പറ, പറ്റിയിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്നേഹമുള്ളവരെ, എണ്ണിയാൽ തീരുമോ? എണ്ണിയാൽ തിട്ടപ്പെടുത്തി പറയാൻ പറ്റുമോ ഉത്തരം? കർത്താവ് പറയുക, നിന്റെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അത്ര മൈന്യൂട്ടായ നിന്റെ ജീവിതത്തിലെ വിഷയങ്ങൾ പോലും സ്വർഗത്തിന്റെ തീർപ്പും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊപ്പം. അത്രമാത്രം നിസ്സാരമെന്നും നമ്മുടെ മുടി ചിലപ്പോൾ ഛേദിച്ച് കളയാറുണ്ട്, മുറിച്ച് കളയാറുണ്ടല്ലോ. ഈ ഒരു പക്ഷേ അനാവശ്യമെന്നും ഒരു പക്ഷേ ആവശ്യമെങ്കിൽ ഒരുക്കപ്പെടുമെന്നും നീ പറയുന്ന ഈ മുടി പോലും സ്വർഗത്തിന്റെ ശ്രദ്ധയിൽ വീണിട്ടുണ്ട് എന്ന്, സ്വർഗത്തിന്റെ കണ്ണും നോട്ടവും പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ള അതിൻ്റെ അർത്ഥം വളരെ വളരെ ചെറിയൊരു കാര്യമല്ല, മറിച്ച് നീ അത്രമാത്രം സ്വർഗത്തിൽ പ്രിയപ്പെട്ടവനാണ് എന്നർത്ഥം. അനേകം കുരുവികളെ പോലെ സ്നേഹം നീയും സ്വർഗത്തിന്റെ നോട്ടത്തിൽ പെട്ടപ്പെട്ടിരിക്കുന്നു എന്നാ. അതുകൊണ്ട് ആരും എനിക്കില്ല എന്ന് ഇനി പറയരുത്. ഞാനിങ്ങനെ ഒറ്റപ്പെട്ട ജീവിതത്തിന്റെ ഉടമയാണ് എന്ന് പറയരുത്. ആരും എന്നെ സ്നേഹിക്കാനില്ല എന്ന് പറയരുത്. കാരണം നീ സ്വർഗത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. സ്വർഗത്തിന്റെ നോട്ടം വീണിട്ടുള്ള ജീവിതമാണ് നിന്റേത്. സ്വർഗത്തിന്റെ തെരഞ്ഞെടുപ്പും അഭിഷേകവും നിന്റെ ശിരസിൽ വീണിട്ടുണ്ട്. മറിയ മകനെ, മകളെ, വിശ്വസിക്കുക. ഈ വചനം സത്യത്തിൽ എത്ര ജീവൻ നൽകുന്നതാ, എത്ര ശോഭ നൽകുന്നതാ, ഉണർവ് നൽകുന്നതാ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമയാണ് നാം എന്ന് വിശ്വസിക്കാൻ ഈ വചനത്തിന്റെ ബലം പോരെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.